ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യിൽ CPIM ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുന്നു. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ് നിയമനത്തിന് പിന്നിൽ. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SIT-യിൽ നുഴഞ്ഞു കയറാനും വിവരങ്ങൾ ചോർത്താനുമാണ് നീക്കം. SIT-യെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് വരെ ചോദ്യമുന എത്തി നിൽക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണത്തിലുള്ള ഒരു കേസിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള പുതിയ നിയമനങ്ങളെ ചൊല്ലി പ്രതിപക്ഷത്തിന്റെ ആരോപണം, അത് എത്രത്തോളം ഗൗരവതരമാണ്? VD സതീശൻ ഇന്ന് ആരോപിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? റോഷ്നി, ഇത്ര കാലവും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നല്ല വിശ്വാസമായിരുന്നു പ്രതിപക്ഷവും ഒപ്പം പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ആ 2 CI-മാരുടെ പുതിയതായിട്ടുള്ള നിയമനം കൂട്ടിച്ചേർക്കൽ, അതിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംശയം ആരോപിക്കുന്നത്. ഇവർ രണ്ടുപേരും CPIM ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കുന്നത് അതൊരു പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത്. 2 IPS ഉദ്യോഗസ്ഥരും അതുപോലെ ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നതനും, ഈ 3 പേരും ചേർന്നാണ് CPIM ബന്ധമുള്ള 2 CI-മാരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിയത്. അവരുടെ 2 പേരുടെയും ദൗത്യം എന്നുള്ളത് ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെ സർക്കാരിനെ അറിയിക്കുക, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും അത് ആദ്യമാദ്യം സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരുടെയും നിയോഗിച്ചതിലോടുകൂടി ഈ അന്വേഷണം തന്നെ അട്ടിമറിയാനുള്ള സാധ്യതയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകണമെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണം അതിലുണ്ടാകണം. ഹൈക്കോടതി ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിലുള്ള അന്വേഷണം അത് അട്ടിമറിയാനുള്ള സാധ്യതയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണത്തിലൂടെ ഉന്നയിക്കുന്നത്. റോഷ്നി, പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണത്തിൽ പ്രതിപക്ഷം വലിയ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് SIT-യിൽ CPIM ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചിട്ടുണ്ട്, അത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.